അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? തന്നെ കൊണ്ട് ഇത് കഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ദാ കഴിക്കേ. വാ തുറന്നേ. തുറക്കാൻ പറഞ്ഞ തുറക്കണം. അയ്യേ, ഇതൊന്നും വേണ്ട, ഞാൻ കഴിച്ചോളാം. ഞാൻ കഴിച്ചോളാന്നേ. ആ, എന്നത്തെ കഴിക്കുന്നത് വരെ ഞാൻ ഇവിടെ ഇരുന്നോളാം. കഴിച്ചു കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. കഴിക്കേ കഴിക്കേ. ദേ, മുഴുവൻ എടുത്ത് കഴിച്ചോണം കേട്ടോ. അപ്പോ വിശപ്പില്ലാഞ്ഞിട്ടല്ല, മനഃപൂർവ്വം വേണ്ടെന്ന് വെക്കുന്നതല്ലേ? എനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട് രോഹിത്. അതെല്ലാം വന്ന് ഈ നെഞ്ചിനകത്ത് കെട്ടി നിൽക്കുന്ന പോലെ തോന്നുക. അതെല്ലാം മാറുമെന്നല്ലേ ഡോക്ടർ പറഞ്ഞേ? അതെല്ലാം മാറണം. അതിന് രോഹിത് എന്നെ സഹായിക്കണം. എടോ, ഞാനുണ്ടല്ലോ കൂടെ. അതെ, ഓരോന്നോരോന്നായി പറ. സാധിക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് സാധിച്ചെടുക്കാം. എനിക്ക് നമ്മുടെ പപ്പി മോളെ ഒന്ന് കാണണം. അവൻ എന്നെ നിന്ന് അകന്നു പോയപ്പോഴാ എന്റെ മനസ്സെന്റെ കൈവിട്ടു പോയത്. എനിക്കത് തിരിച്ചു പിടിക്കണം. ഇനി മനുഷ്യൻ ഇവിടെ സ്വസ്ഥമായിട്ട് കിടക്കാൻ പോലും പറ്റത്തില്ല. മോൾ അടങ്ങി ഇവിടെ കിടക്കണേ. പൊന്നിയാന്റി വേഗം വരാട്ടോ. ഓ, കരയല്ലേ വാവേ? അതെ, ഇവിടെ ഉള്ളവരുടെ സ്വസ്ഥത കളയാൻ വേണ്ടിട്ടാണോ നിന്റെ വീട്ടുകാർ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അച്ഛാ, എന്തൊക്കെയായി പറയുന്നേ? അതൊരു കുഞ്ഞല്ലേ? കുഞ്ഞു ജീവന്റെ ശബ്ദമാ. കാതങ്ങോട്ട് തുളച്ച് കയറുവാ. ഈ ഒറ്റ കൊച്ചു മതി. ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ അവരുടെ സ്ഥലവും വീടൊക്കെ വിറ്റേ എവിടെയെങ്കിലും പായ്. കുഞ്ഞിന്റെ അടുത്തേക്കൊന്ന് ചെല്ലുവോ? പഠിച്ച പണി 18 ഞാൻ നോക്കി, പക്ഷെ കരച്ചിൽ നിർത്തുന്നില്ല കുഞ്ഞ്. അതാ നിർത്തത്തില്ല. നിർത്തിയാലേ മറ്റുള്ളവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ലല്ലോ. അതാ അതാ കുഞ്ഞി, ഈ മരുന്ന് അച്ഛന് കൊടുത്തേക്ക്. കുഞ്ഞ്, രാഘവൻ സാറിനോടൊന്നും പറയാൻ നിൽക്കണ്ട. പിള്ളച്ചേട്ടൻ പോയതിന്റെ ദേഷ്യത്തിലാ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നത്. കുഞ്ഞു കൊച്ചിന്റെ അടുത്തേക്ക് ചെല്ല്. രാഘവൻ സാർ കുറച്ചു കഴിയുമ്പോ തനിയെ പോയി കിടന്നോളും. എന്തുവാടി രണ്ടുകൂടെ ഇന്ന് മന്ത്രിക്കുന്നേ? ഞാനിപ്പോ എടുത്ത് കരച്ചില് മാറ്റാം. സാറേ, ഗുളിക കഴിക്കാൻ. ഗുളിക കൊണ്ടുപോക്കണം. അവള് മരുന്ന് മാത്രോട്ട് വന്നേക്കുന്നു. എന്താ? സത്യാമ്മ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഭക്ഷണം വാങ്ങിക്കൊടുത്തതാ, പക്ഷെ കഴിച്ചില്ല. എനിക്കറിയാം, വലിയ വാശിക്കാരിയാ. അതുകൊണ്ടാ ഞാൻ വീട്ടിൽ നിന്ന് ചോറ് പൊതിഞ്ഞോണ്ട് വന്നത്. അയ്യോ, ചോറ് കൊടുക്കാനാണോ? നടക്കില്ല. സോമശേഖര സാറ് വന്ന് കണ്ടാ പിന്നെ തീർന്നു. അല്ല, ആള് പോയില്ലേ? മൂക്കറ്റം വലിച്ചു കയറ്റി വീട്ടിൽ പോയി അച്ഛയും തല്ലി കിടന്നുറങ്ങുന്നുണ്ടാവും. അതിന് സത്യാമ്മ നിങ്ങളോട് വഴക്കിട്ട് രാവിലെ പറഞ്ഞു വിട്ടതല്ലേ? ആ വഴക്കെപ്പോഴും ഉണ്ടാവും, പക്ഷെ പിന്നീട് അങ്ങ് തണുക്കും. ഇല്ലെങ്കിൽ കണ്ടോ, ഈ ചോറൊന്ന് കൊടുക്കാൻ സമ്മതിക്കുവോ? നിങ്ങൾ ശരിക്കും സത്യാമ്മയുടെ മകൻ തന്നെയാണോ? ഞാൻ ഈ ചോദ്യം എന്നോട് തന്നെ പലവട്ടം ചോദിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ മറ്റൊരാൾക്ക് പറഞ്ഞു തരുന്നേ? എനിക്ക് ഈ ഭക്ഷണം ഒന്ന് കൊടുത്തേ പറ്റൂ. വരൂ. ഞാൻ
എന്റെ അമ്മയെ പോലെ കരുതുന്ന സ്ത്രീയാ അത്. അവരുടെ ദേഹത്ത് നീ ഒരു നുള്ളും മണ്ണിട്ട സോമശേഖര, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, നീ പിന്നെ കുടുംബം കാണില്ല. പോലീസുകാരനെ വെല്ലുവിളിക്കുന്നോടാ. വെല്ലുവിളിക്കുന്നത് ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാ. ആ ഉറപ്പ് തനിക്കുണ്ടെങ്കിൽ മാത്രമേ ഈ ശിവനോട് മുട്ടാൻ വരാവൂ. കാരണം ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ച ഇവിടെ നിൽക്കുന്നത്. എന്ത് ബന്ധമാണെന്ന് താൻ ചോദിക്കണ്ട. പക്ഷേ ഈ അമ്മയുടെ കണ്ണൊന്ന് നിറഞ്ഞ സെൻട്രൽ ജയിലിൽ കയറി 12 വർഷം ജീവിതം കളഞ്ഞാലും വേണ്ടില്ലെന്ന് ഞാനങ്ങ് കരുതും. അറിയാലോ ശിവനെ, എനിക്കിത് നിയോഗമാ. തനിക്കിത് വിയോഗമായി മാറരുത്. സത്യാമ്മ കഴിച്ചോ, ഞാൻ പുറത്തു തന്നെ ഉണ്ടാവും. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. പച്ചയ്ക്ക് കത്തിച്ചു കളയും ഞാൻ. ഒരുത്തനെ ഇനി ഇങ്ങോട്ട് കെട്ടിവിടരുത്, മനസ്സിലായല്ലോ? സർ